നമസ്കാരം. വളർത്തുമൃഗങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പൊന്നുപോലെ നോക്കിയ അരുമ മൃഗങ്ങളെ കാണാതായാലോ വിഷമമുണ്ടാകുമെന്നതിൽ സംശയമില്ല. കുഞ്ഞു കുട്ടികൾ തുടങ്ങി മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് വളർത്തുമൃഗങ്ങൾ, പ്രത്യേകിച്ച് പൂച്ചകളെ. അവയെ ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നതും അത്തരമൊരു വീഡിയോ തന്നെയാണ്. എന്താന്നല്ലേ, വളരെ വ്യത്യസ്തമായ ഒരു സമാഗമത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാലിഫോർണിയയിലെ ദമ്പതികളായ ബെന്നിയുടെയും സൂസൻ ആൻഗോയുടെയും അരുമ പൂച്ചയാണ് റെയ്ന ബ്യൂ. 2 മാസം മുമ്പ് യെല്ലോസ്റ്റോൺ ദേശീയ ഉദ്യാനത്തിൽ വെച്ച് റെയ്നയെ ബ്യൂവിനെ നഷ്ടമായി. വളരെയേറെ സങ്കടത്തിലായി ദമ്പതികൾ. വലിയ മരുഭൂമിയുള്ള പ്രദേശമായതിനാൽ റെയ്നയെ കണ്ടെത്താനാകുമോ എന്ന ആശങ്ക ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ബെന്നിയും സൂസനും ജൂണിൽ ദേശീയ ഉദ്യാനത്തിൽ ക്യാമ്പിങ്ങിന് പോയപ്പോഴാണ് റെയ്നയെ നഷ്ടപ്പെടുന്നത്. പെട്ടെന്ന് എന്തോ കാരണത്താൽ ഞെട്ടിയ റെയ്ന മരങ്ങൾക്കിടയിലേക്ക് ഓടി മറയുകയായിരുന്നു. തിരികെ വരുമെന്ന് കരുതി കാത്തിരുന്നെങ്കിലും റെയ്ന എത്തിയില്ല. ഇതോടെ അതീവ ദുഃഖിതരായിരുന്നു ദമ്പതികൾ. എന്നാൽ ഏറെ കൗതുകം തോന്നുന്ന സംഭവമാണ് പിന്നീടുണ്ടായത്. വേനൽക്കാലം കഴിഞ്ഞതോടെ 2 മാസത്തിനപ്പുറം യെല്ലോസ്റ്റോണിൽ നിന്ന് കാണാതായ പൂച്ചയെ ഏകദേശം 800 മൈൽ, അതായത് ഏകദേശം 1287 കിലോമീറ്റർ അകലെയുള്ള കാലിഫോർണിയയിലെ റെഡ്സിലിൽ നിന്ന് കണ്ടെത്തിയതായിരുന്നു. മൃഗക്ഷേമ സംഘം അറിയിക്കുകയാണ് ചെയ്തത്. തെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന റെയ്ന കണ്ട ഒരു സ്ത്രീയാണ് പൂച്ചയെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചത്. റെയ്ന ബ്യൂവിന്റെ മൈക്രോചിപ്പിൽ നിന്ന് പൂച്ചയെ തിരിച്ചറിഞ്ഞ അഭയകേന്ദ്രത്തിലെ അധികൃതർ കാര്യം ദമ്പതികളെ അറിയിക്കുകയായിരുന്നു. അതേസമയം യെല്ലോസ്റ്റോണിൽ നിന്ന് മൈലുകൾക്കപ്പുറമുള്ള റോസിലിൽ പൂച്ച എങ്ങനെ എത്തിയെന്ന് ദമ്പതികൾക്ക് ഇപ്പോഴും അറിയില്ല. തങ്ങളുടെ ഈ കഥ കേട്ട് ആരെങ്കിലും പൂച്ചയെ ഇത്ര ദൂരം സഞ്ചരിച്ചതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ ബന്ധപ്പെടുമെന്നാണ് ദമ്പതികൾ കരുതുന്നത്. തന്റെ വീടും ഉടമകളെയും തേടിയാണ് പൂച്ച 2 മാസത്തിനിടെ ഇത്രയും ദൂരം നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ ട്രാക്കുകൾ ഘടിപ്പിക്കണമെന്ന അഭിപ്രായവും ദമ്പതികൾ പങ്കുവച്ചു. എന്തായാലും ഇതിനോടകം തന്നെ ഇവർ മൂവരും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ TV.